രാജാക്കന്മാർ ഒന്നാം പുസ്തകം അധ്യായം 13. യെരോബെയാം ധൂപം അർപ്പിക്കുവാൻ പീഠത്തിനടുത്ത് നിൽക്കുമ്പോൾ തന്നെ ഒരു ദൈവപുരുഷൻ കർത്താവിൻ്റെ കൽപ്പനയാൽ യഹൂദയിൽ നിന്ന് ബേഥേലിലേക്ക് വന്നു. അവൻ ദൈവകൽപ്പനയാൽ യാഗപീഠമേ കർത്താവ് പ്രകാരം അരുളി ചെയ്യുന്നു, ദാവീദ് ഗൃഹത്തിൽ യോശിയ എന്നു പേരുള്ള ഒരു മകൻ ജനിക്കും. അവൻ നിന്റെ മേൽ ധൂപം അർപ്പിക്കുന്ന പുരോഹിതന്മാരെ നിന്റെ മേൽ വച്ചറുക്കുകയും മനുഷ്യാസ്തികളെ നിന്റെ മേൽ ചുട്ടുകളയുകയും ചെയ്യും എന്ന് വിളിച്ചു പറഞ്ഞു. അവനന്ന് ഒരടയാളവും കൊടുത്തു. ഇതാ, ഈ യാഗപീഠം പിളർന്ന് അതിന്മേലുള്ള ചാരം തൂകിപ്പോകും. ഇത് ദൈവം കൽപ്പിച്ചടയാളം എന്ന് പറഞ്ഞു. ദൈവപുരുഷൻ ബേഥേലിലെ യാഗപീഠത്തിന് വിരോധമായി വിളിച്ചു പറഞ്ഞ വചനം യെരോബെയാം രാജാവ് കേട്ടപ്പോൾ അവൻ യാഗപീഠത്തിങ്കൽ നിന്ന് കൈനീട്ടി അവനെ പിടിപ്പിൻ എന്ന് കൽപ്പിച്ചു. എങ്കിലും അവൻ്റെ നേരെ നീട്ടിയ അവൻ്റെ കൈ വരണ്ടുപോയി, തിരികെ മടക്കുവാൻ കഴിവില്ലാതെ ആയി. ദൈവപുരുഷൻ ദൈവകൽപ്പനയാൽ കൊടുത്തിരുന്ന അടയാളപ്രകാരം യാഗപീഠം പിളർന്നു, ചാരം യാഗപീഠത്തിന്മേൽ നിന്ന് തൂകിപ്പോയി. രാജാവ് ദൈവപുരുഷനോട്, നീ നിന്റെ ദൈവമായ കർത്താവിനോട് കൃപയ്ക്കായി അപേക്ഷിച്ച് എൻ്റെ കൈ മടങ്ങുവാൻ തക്കവണ്ണം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ദൈവപുരുഷൻ കർത്താവിനോട് അപേക്ഷിച്ചു. അപ്പോൾ രാജാവിൻ്റെ കൈ മടങ്ങി മുമ്പിലത്തെ പോലെയായി. രാജാവ് ദൈവപുരുഷനോട്, നീ എന്നോടുകൂടെ അരമനയിൽ വന്ന് അല്പം ആശ്വസിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ഒരു സമ്മാനം തരും എന്ന് പറഞ്ഞു. ദൈവപുരുഷൻ രാജാവിനോട്, നിന്റെ അരമനയിൽ പകുതി തന്നാലും ഞാൻ നിന്നോടുകൂടി വരികയില്ല. ഈ സ്ഥലത്ത് വെച്ച് ഞാൻ അപ്പം തിന്നുകയില്ല, വെള്ളം കുടിക്കുകയുമില്ല. നീ അപ്പം തിന്നരുത്, വെള്ളം കുടിക്കരുത്, പോയ വഴിയായി മടങ്ങി വരികയും അരുത് എന്ന് കർത്താവ് എന്നോട് കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ബേഥേലിലേക്ക് വന്ന വഴിയായി മടങ്ങാതെ മറ്റൊരു വഴിയായി പോയി. ബേഥേലിൽ വൃദ്ധനായൊരു പ്രവാചകൻ ഉണ്ടായിരുന്നു. അവൻ്റെ പുത്രന്മാർ വന്ന ദൈവപുരുഷൻ ബേഥേലിൽ ചെയ്ത കാര്യമെല്ലാം അവനോട് പറഞ്ഞു. അവൻ രാജാവിനോട് പറഞ്ഞ വാക്കുകളും അവർ തങ്ങളുടെ പിതാവിനെ അറിയിച്ചു. അവരുടെ പിതാവ് അവരോട്, അവൻ ഏത് വഴിക്ക് പോയി എന്ന് ചോദിച്ചു. യഹൂദയിൽ നിന്ന് വന്ന ദൈവപുരുഷൻ പോയ വഴി അവൻ്റെ പുത്രന്മാർ കണ്ടിരുന്നു. അവൻ തൻ്റെ പുത്രന്മാരോട്, കഴുതയെ തയ്യാറാക്കുവിൻ എന്ന് പറഞ്ഞു. അവർ കഴുതയ്ക്ക് കോപ്പിട്ടു കൊടുത്തു. അവൻ അതിൻ്റെ പുറത്ത് കയറി ദൈവപുരുഷൻ്റെ പിന്നാലെ ചെന്നു. അവൻ ഒരു കരുവേലകത്തിൻ്റെ കീഴെ ഇരിക്കുന്നത് കണ്ടു. നീ യഹൂദയിൽ നിന്ന് വന്ന ദൈവപുരുഷനോ എന്ന് അവനോട് ചോദിച്ചു. അവൻ അതെ എന്ന് പറഞ്ഞു. അവൻ അവനോട്, നീ എന്നോടുകൂടി വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞു. അതിന് അവൻ, എനിക്ക് നിന്നോടുകൂടെ പോരുകയോ നിന്റെ വീട്ടിൽ കയറുകയോ ചെയ്തുകൂടാ. ഞാൻ ഈ സ്ഥലത്ത് വച്ച് നിന്നോടുകൂടെ അപ്പം തിന്നുകയില്ല, വെള്ളം കുടിക്കുകയുമില്ല. നീ അവിടെ വച്ച് അപ്പം തിന്നരുത്, വെള്ളം കുടിക്കരുത്, പോയ വഴി മടങ്ങി വരികയും അരുത് എന്ന് കർത്താവ് എന്നോട് കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് അവൻ, ഞാൻ നിന്നെപ്പോലെ ഒരു പ്രവാചകനാകുന്നു. അപ്പം തിന്നുകയും വെള്ളം കുടിക്കുകയും ചെയ്യേണ്ടതിന് നീ അവനെ നിന്റെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുവരിക എന്ന് ഒരു ദൂതൻ ദൈവകൽപ്പനയാൽ എന്നോട് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞത് വ്യാജമായിരുന്നു.
അങ്ങനെ അവൻ അവനോടുകൂടെ ചെന്നു അവൻ്റെ വീട്ടിൽ വച്ച് അപ്പം തിന്നുകയും വെള്ളം കുടിക്കുകയും ചെയ്തു. അവർ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവനെ കൂട്ടിക്കൊണ്ടുവന്ന പ്രവാചകന് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി. അവൻ യഹൂദയിൽ നിന്ന് വന്ന ദൈവപുരുഷനോട്, നീ ദൈവവചനം മറുത്തു നിന്റെ ദൈവമായ കർത്താവ് നിന്നോട് കൽപ്പിച്ചിരുന്ന കൽപ്പന പ്രമാണിക്കാതെ അപ്പം തിന്നുകയും വെള്ളം കുടിക്കുകയും ചെയ്യരുതെന്ന് അവൻ നിന്നോട് കൽപ്പിച്ച സ്ഥലത്ത് നീ മടങ്ങി വന്ന് അപ്പം തിന്നുകയും വെള്ളം കുടിക്കുകയും ചെയ്തതുകൊണ്ട് നിന്റെ ശവം നിന്റെ പിതാക്കന്മാരുടെ കല്ലറയിൽ വരികയില്ല എന്ന് ദൈവം അരുളി ചെയ്യുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. അപ്പം തിന്നുകയും വെള്ളം കുടിക്കുകയും ചെയ്ത ശേഷം താൻ കൂട്ടിക്കൊണ്ടുവന്ന പ്രവാചകനു വേണ്ടി കഴുതയ്ക്ക് കൂപ്പിട്ടു കൊടുത്തു. അവൻ പോകുമ്പോൾ വഴിയിൽ ഒരു സിംഹം അവനെ കണ്ടു, അവനെ കൊന്നു. അവൻ്റെ ശവം വഴിയിൽ കിടന്നു. കഴുത അതിൻ്റെ അടുത്ത് നിന്നു, സിംഹവും ശവത്തിൻ്റെ അടുത്ത് നിന്നു. വഴി പോകുന്ന ആളുകൾ ശവം വഴിയിൽ കിടക്കുന്നതും ശവത്തിൻ്റെ അടുക്കൽ സിംഹം നിൽക്കുന്നതും കണ്ടു. വൃദ്ധനായ പ്രവാചകൻ പാർക്കുന്ന പട്ടണത്തിൽ ചെന്നറിയിച്ചു. അവനെ വഴിയിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന പ്രവാചകൻ അത് കേട്ടപ്പോൾ അവൻ ദൈവവചനം ലംഘിച്ച ദൈവപുരുഷൻ തന്നെ. ദൈവം അവനോട് അരുളി ചെയ്ത വചനപ്രകാരം അവനെ സിംഹത്തിന് ഏൽപ്പിച്ചു. അത് അവനെ കീറി കൊന്നുകളഞ്ഞു എന്ന് പറഞ്ഞു. പിന്നെ അവൻ തൻ്റെ പുത്രന്മാരോട് കഴുതയ്ക്ക് കൂപ്പിട്ടു തരുവിൻ എന്ന് പറഞ്ഞു. അവർ അത് ചെയ്തു. അവൻ ചെന്നപ്പോൾ ശവം വഴിയിൽ കിടക്കുന്നതും ശവത്തിൻ്റെ അടുത്ത് കഴുതയും സിംഹവും നിൽക്കുന്നതും കണ്ടു. സിംഹം ശവത്തെ തിന്നുകയോ കഴുതയെ പിടിച്ച് കീറിക്കളയുകയോ ചെയ്തില്ല. പ്രവാചകൻ ദൈവപുരുഷന്റെ ശവം എടുത്ത് കഴുതപ്പുറത്ത് വെച്ച് കൊണ്ടുവന്നു. വൃദ്ധനായ പ്രവാചകൻ തൻ്റെ പട്ടണത്തിൽ എത്തി അവനെ കുറിച്ച് വിലപിച്ചു. അവനെ അടക്കം ചെയ്തു. അവൻ്റെ ശവം അവൻ തൻ്റെ സ്വന്തം കല്ലറയിൽ വച്ചിട്ട് അവനെ കുറിച്ച് അയ്യോ എൻ്റെ സഹോദര എന്നിങ്ങനെ പറഞ്ഞ് അവർ വിലാപം കഴിച്ചു. അവനെ അടക്കം ചെയ്ത ശേഷം അവൻ തൻ്റെ പുത്രന്മാരോട്, ഞാൻ മരിച്ച ശേഷം നിങ്ങൾ എന്നെ ദൈവപുരുഷനെ അടക്കം ചെയ്തിരിക്കുന്ന കല്ലറയിൽ തന്നെ അടക്കം ചെയ്യണം. അവൻ്റെ അസ്ഥികളുടെ അരികെ എൻ്റെ അസ്ഥികളും ഇടണം. അവൻ ബേഥേലിലെ യാഗപീഠത്തിനും ശമരിയ പട്ടണങ്ങളിലെ സകല പൂജാഗിരി ക്ഷേത്രങ്ങൾക്കും വിരോധമായി ദൈവകൽപ്പന പ്രകാരം വിളിച്ചു പറഞ്ഞ വചനം നിശ്ചയമായി സംഭവിക്കും എന്ന് പറഞ്ഞു. ഈ കാര്യം കഴിഞ്ഞിട്ടും യെരോബെയാം തൻ്റെ ദുർമാർഗം വിട്ട് തിരിയാതെ പിന്നെയും സർവജനത്തിൽ നിന്നും പൂജാഗിരി പുരോഹിതന്മാരെ നിയമിച്ചു. ഹിതസ്ഥാനമോഹികൾ സമ്മാനം സമർപ്പിച്ചു പുരോഹിതരായി തീർന്നു. യെരോബെയാം ഗ്രഹത്തെ ഭൂമിയിൽ നിന്ന് ഉന്മൂലനാശം ചെയ്യത്തക്കവണ്ണം ഈ കാര്യം അവർക്ക് പാപമായി തീർന്നു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ഭാർഗമോർ.